MLA പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം ചർച്ച ചെയ്യാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ബുധനാഴ്ച ചേരും. MLAക്കെതിരെ കടുത്ത നടപടിയുണ്ടായേക്കുമെന്ന് സൂചന. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകന്റെ കുത്തിയിരിപ്പ് സമരം. നിക്ഷേപ തുക തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാപ്രാണം സ്വദേശി ജോഷിയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ചർച്ചയെ തുടർന്ന് ജോഷിയുടെ പേരിലുള്ള 28 ലക്ഷം രൂപ തിരികെ നൽകി. പാലപ്പള്ളി എച്ചിപ്പാറയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മേഖലയിൽ വന്യജീവികൾ തുടർച്ചയായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിനാൽ ഭീതിയിലായി പ്രദേശവാസികൾ. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും പരിക്ക്. എടവിലങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഉത്സവത്തിനു കൊണ്ടുവന്ന ആന ഇടഞ്ഞു. പടിഞ്ഞാറെ വെമ്പലൂർ കൂനിയാറ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനു കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിനു മുന്നിലെ ഉത്സവ പന്തൽ ആന കുത്തിമറിച്ചിട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പി ബാലചന്ദ്രൻ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം ചർച്ച ചെയ്യാൻ CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ബുധനാഴ്ച ചേരും. രാവിലെ 10-ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം MLAയോട് നേരിട്ടെത്തി വിശദീകരണം നൽകുവാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. നിയമസഭ നടക്കുകയാണെങ്കിലും സഭയിൽ അവധി നൽകി MLA നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നാണ് അറിയുന്നത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 23-നായിരുന്നു MLA സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചത്. ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മുതിർന്ന നേതാവിൽ നിന്ന് തന്നെ ഉയർന്ന കൈവിട്ട പരാമർശത്തിൽ കടുത്ത അതൃപ്തിയിലാണ് CPI-CPM നേതൃത്വങ്ങൾ. MLAയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും അനുകൂല സാഹചര്യത്തെ ഇല്ലാതാക്കിയെന്നുമുള്ള നേതാക്കളുടെ തന്നെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചത്. MLAയുടെ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾക്കൊരുങ്ങാനാണ് പാർട്ടി നീക്കം. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയുടെ കുത്തിയിരിപ്പ് സമരം. ചൊവ്വാഴ്ച വൈകിട്ട് 4:45-നാണ് ജോഷി മന്ത്രിയുടെ അറിയിപ്പനുസരിച്ച് നിക്ഷേപ തുക തിരികെ വാങ്ങാൻ ബാങ്കിലെത്തിയത്. എന്നാൽ ബാങ്ക് ജീവനക്കാർക്ക് ഇതേക്കുറിച്ച് അറിവൊന്നും ഇല്ല എന്നാണ് മറുപടി ലഭിച്ചത്. നിക്ഷേപ തുകയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടേ പോകൂ എന്ന തീരുമാനത്തിൽ ജോഷി ബാങ്കിൽ തുടർന്നതോടെ ബാങ്ക് സമയം കഴിഞ്ഞിട്ടും ജീവനക്കാർക്ക് ഓഫീസ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി. പിന്നീട് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KR രാഗേഷിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ ജോഷിയുടെ പേരിലുള്ള നിക്ഷേപ തുക തിരികെ നൽകാൻ ധാരണയായെങ്കിലും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുകയടക്കം തിരികെ വേണമെന്ന നിലപാടിൽ ജോഷി ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രശേഖരന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ജോഷിയുടെ നിക്ഷേപ തുകയുടെ പലിശ സഹിതം 28 ലക്ഷം രൂപയുടെ ചെക്ക് നൽകുകയായിരുന്നു. കുടുംബാംഗങ്ങളുടെ തുക എന്ന് നൽകാമെന്നത് ബുധനാഴ്ച ചർച്ച നടത്തി അറിയിക്കാമെന്നും ധാരണയിലെത്തി. ആഴ്ചകൾക്ക് മുൻപാണ് ബാങ്കിലെ നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്കും സർക്കാരിനും ജോഷി നിവേദനം നൽകിയിരുന്നു. തലയിൽ ട്യൂമർ ബാധിച്ച് 20ഓളം ഓപ്പറേഷനുകൾ നടത്തിയ വ്യക്തിയാണ് ജോഷി. കുടുംബാംഗങ്ങളുടെ അടക്കം 90 ലക്ഷത്തോളം രൂപയാണ് ജോഷിയുടെ നിക്ഷേപ തുക. പലിശ ചേർത്തിട്ടുള്ളതാണ് പലിശ ചേർത്തിട്ടുള്ളത്. നമുക്ക് പ്രോമിസ് ചെയ്ത പ്രകാരമുള്ള പലിശ ചേർത്തിട്ട് ഇന്ന് വരെയുള്ള ജോഷിയുടെ ചേട്ടാ എന്താണ് ബാങ്കിൽ ഇന്ന് ചർച്ച നടന്നത്? എന്താണ് ഇപ്പോൾ ഇന്ന് സംഭവിച്ചത്? പണം തന്ന നമ്മൾ നിക്ഷേപം ഇന്ന് 10 ദിവസം മുമ്പ് ഞാൻ കത്ത് കൊടുത്തിരുന്നു. ഇന്ന് തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനാണ് കൊടുത്തിരുന്നത്. അത് സംബന്ധിച്ച് 4 ദിവസം മുൻപ് മിനിസ്റ്ററുടെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ജോഷിക്ക് നിക്ഷേപ പലിശയും കൂടി തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതനുസരിച്ച് ഞാനിന്ന് ഇവിടെ വന്നു. 4 ദിവസം മുൻപാണ് ലൈവ് കണ്ടത്. 24th ലൈവിലാണ് അത് കണ്ടത്. തിരിച്ച് ഇന്ന് അത് കഴിഞ്ഞിട്ട് അവർ മുകളിലുള്ള ആളുകളൊക്കെ വിളിക്കുകയും ഒരു 3-3.5 മണിക്കൂറായി ഇവിടെ. അതെനിക്ക് വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് വരെയുള്ള പലിശ കണക്കാക്കിയിട്ട് ചെക്ക് തരികയാണ് ചെയ്തത്. ബാക്കി നിക്ഷേപങ്ങൾ കുടുംബാംഗങ്ങളുടെ ബാക്കിയുള്ളവർക്ക് നാളെ അവർ കൂടിയിട്ട് 3 മാസത്തിനുള്ളിൽ താഴെയുള്ളൊരു ഡേറ്റ് കണക്കാക്കിയിട്ട് ചെയ്യാമെന്ന് അഡ്മിനിസ്ട്രേറ്റർ CEO രാജേഷ് മനസ്സിലാണ് സമ്മതിച്ചത്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 2-ലേക്ക് മാറ്റി. കല്ലൂർ PMLA കോടതിയാണ് കേസ് മാറ്റിയത്. കമ്പനി ഉടമകളായ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് മാറ്റിയത്.
പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിൽ 1650 കോടിയുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി ഇരുവരുടെയും വീട്ടിലും സ്ഥാപനത്തിലും ഇ ഡി റെയ്ഡിനെത്തിയപ്പോഴാണ് ഇരുവരും മുങ്ങിയത്. ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ 200 കോടിയുടെ സ്വത്തുകൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു. എച്ചിപ്പാറ പള്ളിക്ക് സമീപം പശുവിനെ പുലി ആക്രമിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പശുവിന്റെ മാംസം ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം റോഡിൽ കിടന്നിരുന്നു. നാട്ടുകാരാണ് സംഭവം കണ്ടത്. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന് പിന്നാലെയാണ് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത്. മാസങ്ങൾക്ക് മുൻപും പാലപ്പള്ളി കുണ്ടായിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്ക് മർദ്ദനമേറ്റു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിനിടയിലാണ് സംഘർഷം. വിളക്ക് കൊളുത്താൻ വൈകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ ജയദീപ്, നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. തങ്ങളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ഇരുവിഭാഗവും രംഗത്തെത്തി. ഓഫീസിലെ കസേരകളും ജനൽ ചില്ലുകളും തകർത്തുവെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയദീപ് ആരോപിച്ചു. മർദ്ദനമേറ്റ ജയദീപ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KPCC, DCC പ്രസിഡന്റുമാർക്ക് പരാതിയും നൽകി. അതേസമയം കോൺഗ്രസ് ഓഫീസിലെ ഏറ്റുമുട്ടൽ കെട്ടിച്ചമച്ചതെന്ന് സീനിയർ കോൺഗ്രസ് നേതാവ് CR രാധാകൃഷ്ണൻ പറഞ്ഞു. ബഹളത്തിന് ശേഷം താൻ ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ഗാന്ധി ചിത്രവും മറ്റും യഥാസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും കസേരകൾ ബഹളത്തിനിടയിൽ മറിഞ്ഞു വീണത് ശരിയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ കൂടി മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആസാദ് വന്ന് എന്ത് മര്യാദ നിങ്ങൾ ചെയ്ത ഈ ഫോട്ടോ എടുക്കാൻ പാടുമോ, അതെങ്ങനെയേ ആ വാക്കുകസേരയുടെ ഇടയിൽ കസേര മറന്നു വീഴുകയും അതിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഫ്ലാഷ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവരൊക്കെ കൂടി വന്ന ആൾക്കാരൊക്കെ കൂടി പോയി. എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. അതിന് കുറച്ച് നേരം കൂടി ഞാൻ നിന്നു. അപ്പോൾ ഞാൻ അവസാനത്തെ അടുത്ത് പറഞ്ഞത് നമുക്ക് നിർവഹിക്കേ ഈ വർക്ക് വർക്ക് ഈ പരിപാടി അവസാനിക്കുക. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യും. അപ്പോൾ ഞാനൊരു പരിപാടിയില്ല, ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചടങ്ങ് കാരയിലുള്ള പാർട്ടി ഓഫീസിന് മുന്നിലും വിമത വിഭാഗമായ സേവ് കോൺഗ്രസ് എടവിലങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചടങ്ങ് കാര മൈതാനത്തുമാണ് നടന്നത്. എടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് EM ജോസഫ് ദേവസി അധ്യക്ഷനായി. സർവ്വമത പ്രാർത്ഥനയ്ക്ക് വെക്കോട് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് മുനീർ അൻവാരി നേതൃത്വം നൽകി. നിയുക്ത മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് EK സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവ് കോൺഗ്രസ് ഇടവിലങ്ങിന്റെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണവും നടത്തി. പ്രതാപൻ നെല്ലിക്കത്തറ ഉദ്ഘാടനം ചെയ്തു. MG അനിൽകുമാർ അധ്യക്ഷനായി. മോഹനൻ പോണത്ത്, റഷീദ് പോനാക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞു. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുനിയാറ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന പുത്തൂർ ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിന് ശേഷം ചമയങ്ങൾ അഴിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ഇടഞ്ഞോടിയ ആന ക്ഷേത്രത്തിന് മുന്നിലെ ഉത്സവ പന്തൽ കുത്തിമറിച്ചിട്ടു. ഉടൻ തന്നെ പാപ്പാന്മാർ ചേർന്ന് ക്ഷേത്രവളപ്പിലുള്ള മരത്തിൽ തളച്ചു. വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കടുവയ്ക്ക് പേരിട്ടു. ധ്രുവൻ എന്ന പേരിലാണ് വയനാട് വിറപ്പിച്ച WYS-9 എന്ന കടുവ ഇനി അറിയപ്പെടുക. ഭക്ഷണവും വെള്ളവും കഴിച്ച ധ്രുവൻ കൂടുതൽ ഉന്മേഷവാനമായി. കാലിനുള്ള പരിക്ക് ഉടൻ ഭേദമാകുന്നതാണെന്ന് കടുവയെ പരിശോധിച്ച മണ്ണുത്തി വെറ്റിനറി കോളേജ് സർജറി വിഭാഗം മേധാവി ശ്യാം വേണുഗോപാൽ പറഞ്ഞു. പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുന്ന ധ്രുവനെ ഏതാനും നാൾ കൂടി നിരീക്ഷണ വിധേയമാക്കും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെയാണ് സുവോളജിക്കൽ പാർക്കിലെത്തിച്ചത്. വൈഗയ്ക്കും ദുർഗയ്ക്കും രുദ്രനും കൂട്ടായി ധ്രുവൻ കൂടി എത്തിയതോടെ സുവോളജിക്കൽ പാർക്കിലെ കടുവകളുടെ എണ്ണം 4ആയി. ഇതിനു പുറമെ ലിയോ എന്ന കുട്ടിപ്പുലിയും പാർക്കിലെ നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട്. വർഗീയവാദികൾ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണിതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ് പറഞ്ഞു. കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മണിപ്പൂർ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഇന്ത്യൻ വർഗീയതയുടെ മുദ്രാവാക്യത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് ജെയ്ക്ക് കൂട്ടിച്ചേർത്തു. മണിപ്പൂർ ഐക്യദാർഢ്യ കവിതകളുടെയും വാക്കില ക്യാമ്പ് രചനകളുടെയും പ്രകാശനം, മഹാത്മാ രക്തസാക്ഷി ദിന സമൂഹ ചിത്രരചന, കാവ്യശിഖ പുരസ്കാര സമർപ്പണം എന്നിവയും നടന്നു. സാഹിത്യകാരന്മാരായ KV രാമകൃഷ്ണൻ, C രാവുണ്ണി, ബാലു പത്മിനി നാരായണൻ, ലളിതകലാ അക്കാദമി സെക്രട്ടറി M ബാലമുരളീകൃഷ്ണൻ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് MN വിനയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടലിൽ കാണാതായ ആൾക്കുവേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. കടലിൽ 6 നോട്ടിക്കൽ മൈൽ അകലെ മുനക്കക്കടവ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനുമോൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VN ഷൈബു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗറിൽ കാട്ടുപറമ്പിൽ സൈമോനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ പടിയത്ത് വീട്ടിൽ ബിൻഷാദ്, അമ്പലത്ത് വീട്ടിൽ ഷിഹാബ്, കുന്തറ വീട്ടിൽ അനീഷ് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 7.5 വർഷം കഠിന തടവിനും 35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. 2020 കേസിനാസ്പദമായ സംഭവം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സൈമോന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രതികളെ ശിക്ഷിച്ചത്. 1-ാം പ്രതി ബിൻഷാദ് നിരവധി കേസുകളിൽ പ്രതിയായി ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുവരികയാണ്. 4-ാം പ്രതി അൽതാഫ് ഒളിവിലാണ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. കേരള സാഹിത്യ അക്കാദമിയും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവം തൃശൂരിൽ തുടരുന്നു. സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ 3-ാം ദിവസമായ ചൊവ്വാഴ്ച വിവിധ വേദികളിലായി കവിതാ വായനകൾ, സെമിനാറുകൾ, പാനൽ ചർച്ച, നൃത്താവതരണം, കുമാരനാശാന്റെ കൃതിയായ കരുണയെ ആസ്പദമാക്കി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രഭാഷണം, എങ്ങനെ ജനാധിപത്യം മരിക്കുന്നു, നവ ലിബറലിസവും ഫാസിസവും എന്ന വിഷയത്തിൽ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രഭാത് പട്നായിക്കിന്റെ പ്രഭാഷണം എന്നിവ അരങ്ങേറി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവം ശനിയാഴ്ച സമാപിക്കും. കേരള സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനം വേറിട്ടതായി മാറുന്നു. വിവിധ നോവലുകൾ വായിച്ച് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള മയ്യഴിപ്പുഴയും സ്മാരകശിലകളും തീക്കടലും നാലുകെട്ടും അടക്കമുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. നിരവധി ചിത്രപ്രദർശനങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വേറിട്ട ഒരു ചിത്രപ്രദർശനം കൂടി. M മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ, MT വാസുദേവൻ നായരുടെ നാലുകെട്ട്, C രാധാകൃഷ്ണന്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്നീ നോവലുകളെ ആസ്പദമാക്കിയിട്ടുള്ള സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് വ്യത്യസ്തമായി മാറുന്നത്. ലിറ്ററേച്ചർ ഫോട്ടോഗ്രാഫറായ D മനോജ് വൈക്കം തന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത 220 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. നേരത്തെ 6 നോവലുകളെ ആസ്പദമാക്കിയുള്ള ചിത്രപ്രദർശനവും പലയിടങ്ങളിലായി സംഘടിപ്പിച്ചിരുന്നു. 20-ലധികം വർഷങ്ങളായി മലയാള നോവൽ സാഹിത്യത്തെ ഫോട്ടോഗ്രാഫിയിലൂടെ പിന്തുടരുകയാണ്. അതായത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് നോവലിനെ ആദ്യമായി ഫോട്ടോഗ്രാഫിയിലൂടെ പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. സാഹിത്യ അക്കാദമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിനോടനുബന്ധിച്ച് മലയാളത്തിലെ 4 ക്ലാസിക്കൽ നോവലുകളുടെ ചിത്രപരമ്പരയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രപരമ്പര തന്നെ കഴിഞ്ഞ 15ഓളം വർഷങ്ങളായിട്ട് ഞാൻ സമാഹരിച്ചിട്ടുള്ളതാണ്. ഒരു എഴുത്തുകാരൻ്റെ ജീവിത പരിസരങ്ങൾ ഒരു ഉത്തമ കൃതിയായി എങ്ങനെ രൂപാന്തരപ്പെടുന്നു, ഒരു മലയാളം ക്ലാസിക്കൽ നോവൽ ആ എഴുത്തുകാരൻ ജനിച്ച് ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്ന് എങ്ങനെ പരുവപ്പെടുത്തി അതിനെന്തൊക്കെ മാതൃകയാക്കി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് കൃതിയിലേക്ക് കടമെടുത്തത് എന്ന് ഫോട്ടോഗ്രാഫിയിലൂടെ പ്രൂവ് ചെയ്യാനാണ് ഞാനിവിടെ ശ്രമിച്ചിട്ടുള്ളത്. M മുകുന്ദന്റെ മയ്യഴിയിലൂടെ വായനക്കാർ കടന്നുപോകുമ്പോൾ മനസ്സിൽ പതിഞ്ഞ കുന്നിൻ മുകളിലെ മൂപ്പിൻ സാഹിബിന്റെ ബംഗ്ലാവ്, മയ്യഴിപ്പുഴ, അമ്പലമുറ്റം, മയ്യഴിപ്പള്ളി, തെയ്യക്കോലങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ നേരിട്ട് ഇവിടെ കാണാനാകും. കൂടാതെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിലെ ഗോസായിക്കുന്നിലെ സ്മാരകശിലകൾ, കടൽത്തീരം, പഴയ അറക്കൽ തറവാടും ഗ്രാമവും, റെയിൽവേ പാളം, ഗ്രാമഫോണും ഖുറാനും ഉത്സവവും, MTയുടെ നാലുകെട്ടിലെ നാലുകെട്ടും നിളയും, കതിരറ്റവേല ഉത്സവം, കൂടല്ലൂർ അങ്ങാടി,
കടൽ കഥകളി, പകിടകളി, നാഗക്കളം, മുടിയാട്ട്, തെയ്യം തിറ എന്നിവയും ആസ്വാദകർക്ക് ചിത്രങ്ങളിലൂടെ പകർന്നേകുകയാണിവിടെ. സി രാധാകൃഷ്ണന്റെ തീക്കടൽ തുറമുഖങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ തുറമുഖങ്ങളും ബുദ്ധജൈന ക്ഷേത്രങ്ങളും അങ്കംവെട്ട്, സാമൂതിരി കോവിലകം, താളിയോലകൾ, തഞ്ചാവൂരിലെ ശിലാലിഖിതങ്ങൾ, ക്ഷേത്രങ്ങളും വെളിച്ചപ്പാടിന്റെ ചിലമ്പൊലി കിലുക്കവുമെല്ലാം ഫെബ്രുവരി 2 വരെ നടക്കുന്ന സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിലൂടെ കാണാനാകും. നോവലുകളിൽ മാത്രം നാം വായിച്ചു ശീലിച്ചിട്ടുള്ള, കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ആ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കലയും സംസ്കാരവും പാരമ്പര്യവും അതുപോലെ തന്നെ പ്രകൃതിയും സമൂഹവുമെല്ലാം അടങ്ങുന്ന ചിത്രങ്ങൾ കാണാനുള്ള സുവർണ അവസരമാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. ചാവക്കാട് മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്നും കടലിൽ വീണ തൊഴിലാളിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തി. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പൊന്നാനി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള യാസീൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളി ബംഗാൾ സ്വദേശി ബസുദേവ് ഗിരിയെയാണ് ബോട്ടിൽ നിന്ന് കടലിൽ വീണ് കാണാതായത്. മരത്തങ്കോട് സ്വദേശിയായ സജീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാറിനെയാണ് എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. കേസിലെ 4ാം പ്രതിയായ രമേഷ് കുമാറാണ് വാൾ ഉപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. 1, 2, 3 പ്രതികളായ എയ്യാൽ സ്വദേശി രാഹുൽ, കൈപ്പറമ്പ് സ്വദേശി സയ്യിദ് റഹ്മാൻ, വരന്തരപ്പള്ളി സ്വദേശി പൂപ്പാറ സനോജ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുലും സയ്യിദ് റഹ്മാനും സുഹൃത്തിന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നത് സജീർ ചോദ്യം ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. SI C ശ്രീകുമാർ, ASI AV സജീവ്, CPO ജിനോ സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ DCCയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ചിത്രപ്രദർശനവും നടന്നു. ഗോഡ്സെയുടെ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റു വാങ്ങിയ അവസാന നിമിഷങ്ങളിൽ ഗാന്ധിജിയുടെ കണ്ടത്തിൽ നിന്നുതിർന്നു വീണ ഹേ റാം എന്ന രാമമന്ത്രം ഇന്ന് ഭക്തിയുടെയോ ആരാധനയുടെയോ രൂപത്തിലല്ല, അപരമത വിദ്വേഷത്തിന്റെ, ആക്രോശത്തിന്റെയും വെല്ലുവിളിയുടെയും രൂപത്തിലാണ് രാജ്യത്ത് മുഴങ്ങുന്നതെന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ കോർത്തിണക്കിയ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC വൈസ് പ്രസിഡന്റ് VT ബലറാം പറഞ്ഞു. ഗാന്ധിജിയെ കൊല ചെയ്ത ഗോഡ്സെയെ സൃഷ്ടിച്ചത് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രമാണ്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ ആശയമാണ് ഹിന്ദുത്വം. ഇത്തരത്തിലുള്ള ആശയങ്ങളെ തുറന്നെതിർത്തുകൊണ്ടല്ലാതെ വെറും അനുസ്മരണ ചടങ്ങുകൾ നടത്തുന്നത് അർത്ഥശൂന്യമാണ്. ചരിത്രം അട്ടിമറിക്കപ്പെടുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് യഥാർത്ഥ ചരിത്രം പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും VT ബലറാം പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, KPCC വിചാർ വിഭാഗ് ചെയർമാൻ ജെയിംസ് ചിറ്റ്ലപ്പള്ളി, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ ജില്ലാ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. DCC അങ്കണത്തിലൊരുക്കിയ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത ഫോട്ടോകളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനവും പുസ്തക പ്രദർശനവും ശ്രദ്ധേയമായി. TCV ന്യൂസ്, തൃശൂർ. വൈദ്യുതി മേഖല ഉൾപ്പെടെയുള്ള തൊഴിലാളി മേഖലകളിലെ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നത് അപകടകരമാണെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. പ്രമോഷൻ, DA, പെൻഷൻ എന്നിവ തൊഴിലാളികളുടെ അവകാശമെന്ന മുദ്രാവാക്യമുയർത്തി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ അവകാശ ദിനവും തൊഴിലാളി മാർച്ചും തൃശൂർ വൈദ്യുതി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIBEA നേതാവ് രാമചന്ദ്രൻ, WCC ജില്ലാ സെക്രട്ടറി ജയനാരായണൻ, KSRTC യൂണിയൻ ജനറൽ സെക്രട്ടറി I സതീഷ് കുമാർ, ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കുമാർ, KICB ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ കർണാടക സംഗീത വിഭാഗവും മൃദംഗ വിഭാഗവും സംയുക്തമായി സംഗീതാർച്ചന നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന സംഗീതാർച്ചന മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ അധ്യക്ഷനായി. സംഗീതത്തിൽ മികവ് കാണിച്ച സുകുമാരി നരേന്ദ്രമേനോൻ, OK അംബിക, ഡോക്ടർ സദനം ഹരികുമാർ, വാമനൻ നമ്പൂതിരി, ഡോക്ടർ GS ബാലമുരളി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ പ്രൊഫഷണൽ
അക്കൌണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായ സറൌണ്ട് ടാലി IT അക്കാദമി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ശ്രദ്ധേയമായി. ഫുട്ബോൾ പോലെയുള്ള കായിക മത്സരങ്ങളിലൂടെ പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സറൌണ്ട് ടാലി IT അക്കാദമി സറൌണ്ട് ടാലീസ് ഗോൾ അഗൻസ്റ്റ് ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപനത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് തൃശൂർ മുണ്ടുപാലം കാലിഫോർണിയ ടർഫ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അക്കാദമിയുടെ തൃശൂർ, ഇരിങ്ങാലക്കുട, കുന്നംകുളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അണിനിരുന്ന 7 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി നടന്ന ഫൈനലിൽ തൃശൂർ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തി ഇരിങ്ങാലക്കുട ജാക്ക് ഡാനിയൽ ജേതാക്കളായി. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും അക്കാദമി മാനേജർ S. കുമാർ വിതരണം ചെയ്തു. ഒരു പതിറ്റാണ്ടിലേറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സറൌണ്ട് ടാലി IT അക്കാദമി അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി എന്ന ലക്ഷ്യത്തിലൂന്നി 100% തൊഴിലധിഷ്ഠിത പ്രായോഗിക പരിശീലനം നൽകുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനമാണ്. ഏറെ ജോലി സാധ്യതയുള്ള PDICAM, DICAM, SAP, GST, ടാലി തുടങ്ങിയ കോഴ്സുകളാണ് അക്കാദമിയിലുള്ളത്. തൃശൂർ MG റോഡിൽ കോട്ടപ്പുറത്തെ പ്രധാന സെന്ററിന് പുറമെ ഇരിങ്ങാലക്കുടയിലും കുന്നംകുളത്തും അക്കാദമിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. തുടർച്ചയായ 16 മണിക്കൂറോളം മുടിയാട്ടവും കാളക്കളിയുമായി 100 കണക്കിന് ഭക്തർ കലിക്കൽ മുത്തിയുടെ തിരുനടയിൽ ഒത്തുചേർന്നു. കോടാലിക്കടുത്തുള്ള മാങ്കുറ്റിപ്പാടം ശ്രീ കലിക്കൽ മുത്തിയുടെ നടയിലാണ് 100 കണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഭക്തർ ദേവപ്രീതിക്കായി ചുവടുവെച്ചത്. 100 വർഷത്തിൽ ഏറെയായി മുടങ്ങാതെ നടന്നുവരുന്നതാണ് മാങ്കുറ്റിപ്പാടത്തെ കലിക്കൽ മുത്തിയുടെ മഹോത്സവം. എല്ലാ വർഷവും മകരം 15-നാണ് ഇവിടുത്തെ ആഘോഷ ചടങ്ങുകൾ. തുറന്ന സ്ഥലത്തുള്ള ഇവിടുത്തെ മുത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വാളും ചിലമ്പും സമർപ്പിക്കലാണ് പ്രധാന വഴിപാട്. പട്ടും താലിയും ചാർത്തൽ, കള്ള് മുറുക്കാൻ സമർപ്പിക്കൽ എന്നിവയും ഇവിടുത്തെ വഴിപാടുകളാണ്. വൈകുന്നേരം നടക്കുന്ന എഴുന്നള്ളിപ്പോടെയാണ് കലിക്കൽ മുത്തിയുടെ മഹോത്സവം തുടങ്ങുന്നത്. പന്തീരാഴി, പൊങ്കാല ചടങ്ങുകൾക്ക് ശേഷം ആരംഭിക്കുന്ന മുടിയാട്ടവും കാളക്കളിയും പിറ്റേ ദിവസം ഉച്ചവരെ നീളും. ചെണ്ടയുടെ താളത്തിനൊത്ത് സ്ത്രീകളും പെൺകുട്ടികളും മണിക്കൂറുകളോളം മുത്തിയുടെ പ്രീതിക്കായി മുടിയഴിച്ചാടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. KK സുബ്രൻ, TS സനൂജ്, IC അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ആഘോഷ ചടങ്ങുകൾ നടന്നത്. TCV കൊടകര. മദ്യവിമോചന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 96 മണിക്കൂർ ഉപവാസ സമരത്തിന് കുരിയച്ചിറയിൽ തുടക്കമായി. സമിതി സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് T. ശരത്ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EP വർഗീസ് അധ്യക്ഷനായി. വർക്കിംഗ് ചെയർപേഴ്സൺ KM മഞ്ജുഷ, ജില്ലാ സെക്രട്ടറി ബേബി മൂക്കൻ, വിൽസൺ പണ്ടാരവളപ്പിൽ, പോൾ ചെവിടൻ തുടങ്ങിയവർ സംസാരിച്ചു. സമിതി സംസ്ഥാന ജനറൽ കൺവീനർ EA ജോസഫ്, സുഭാഷ് ജോസ് തുടങ്ങിയവരാണ് ഉപവാസം അനുഷ്ഠിക്കുന്നത്. ഉപവാസ സമരം ശനിയാഴ്ച സമാപിക്കും. കേരളത്തിലെ ഗ്രാമീണ ജീവിതം അറിയാനും ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാനുമായി ഗ്രീസിൽ നിന്ന് 2 വനിതാ യാത്രികർ പോർക്കുളത്തെത്തി. സോലി, ലെന എന്നിവരാണ് മേഖലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ എത്തിയത്. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോങ്ങല്ലൂർ ഗ്രാമത്തിലെത്തിയ ഇരുവരും നോങ്ങല്ലൂർ കാണംകോട്ട് തറവാട്ടിലെ പത്തായവും മാളികപ്പുരയും കാണാനെത്തി. നേപ്പാൾ, ആഗ്ര, വാരണാസി, രാജസ്ഥാൻ, ഗോവ, ഗോകർണം, പോർട്ട് കൊച്ചി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇരുവരും നോങ്ങല്ലൂരിലെത്തിയത്. ഗ്രാമീണത നിറഞ്ഞ നോങ്ങല്ലൂർ വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് ഇരുവരും പറഞ്ഞു. കവുങ്ങിൻ തോട്ടം നനയ്ക്കാനും പാടങ്ങൾ കാണാനും ഇരുവരും സജീവമായി പങ്കെടുത്തു. കേരളീയ പാചകക്കൂട്ടുകൾ പഠിച്ചെടുക്കാനും ഇരുവരും തയ്യാറായി. ശങ്കരൻകാവ്, കൊടിക്കുന്നത്ത് കാവ്, കാവിലക്കാട്ട് തുടങ്ങി നിരവധി ഉത്സവങ്ങളിലും ഇരുവരും പങ്കെടുത്തു. സോലി ഗ്രീസിൽ വിനോദസഞ്ചാരികൾക്കായി സ്വന്തമായി റിസോർട്ട് നടത്തുകയാണ്. ലെന അധ്യാപികയായിരുന്നു. മൂന്നാർ, ആലപ്പുഴ, വർക്കല എന്നിവിടങ്ങൾ കൂടി സന്ദർശിച്ച് അടുത്ത മാസം സ്വദേശത്തേക്ക് മടങ്ങും. TCV കുന്നംകുളം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ചെയർമാൻ CI സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. മുൻ MLAമാരായ MK പോൾസൺ, TV ചന്ദ്രമോഹൻ, രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ഭാരവാഹികളായ CV ശശിധരൻ, പോൾ D മേനാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചയാൾ അറസ്റ്റിൽ. വരാക്കര പുളിഞ്ചോട് സ്വദേശി വിഷ്ണുവിനെയാണ് വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. റൂറൽ പോലീസിന്റെ D ഹണ്ട് പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ്.
ഇയാളിൽ നിന്ന് 4 ഗ്രാം വീതം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. മണ്ണമ്പേട്ട വൈദ്യശാലപ്പടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 15 സെന്റിമീറ്ററോളം ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ജില്ലാ എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ N. സുദർശനൻ, പ്രിവന്റീവ് ഓഫീസർ സോണി കെ ദവസി, സിവിൽ എക്സൈസ് ഓഫീസർ U. അനിൽ പ്രസാദ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ KK രാജു, ES സംഗീത് തുടങ്ങിയ സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. MLA P. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം ചർച്ച ചെയ്യാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ബുധനാഴ്ച ചേരും. MLAക്കെതിരെ കടുത്ത നടപടിയുണ്ടായേക്കുമെന്ന് സൂചന. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകന്റെ കുത്തിയിരിപ്പ് സമരം. നിക്ഷേപ തുക തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാപ്രാണം സ്വദേശി ജോഷിയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ചർച്ചയെ തുടർന്ന് ജോഷിയുടെ പേരിലുള്ള 28 ലക്ഷം രൂപ തിരികെ നൽകി. പാലപ്പിള്ളി എച്ചിപ്പാറയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മേഖലയിൽ വന്യജീവികൾ തുടർച്ചയായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിനാൽ ഭീതിയിലായി പ്രദേശവാസികൾ. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും പരിക്ക്. എടവിലങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. പടിഞ്ഞാറ് വെമ്പലൂർ കൂനിയാറ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിന് മുന്നിലെ ഉത്സവ പന്തൽ ആന കുത്തിമറിച്ചിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.